ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ വെഗാനിധി വ്ലോഗ്സ്. ഇന്നത്തെ പോലെ അല്ല കേട്ടോ, ഇതൊരു ഡേ ഇൻ അവർ ലൈഫാണ്. ഡേ ഇൻ മൈ ലൈഫ് അല്ല, ഡേ ഇൻ അവർ ലൈഫ്. ഇപ്പോൾ സമയം 1 മണിയാണ് കേട്ടോ. 1 മണിക്ക് എന്താ കണ്ണും തുറച്ചിരിക്കണമെന്ന് നിങ്ങൾ വിചാരിക്കും. ഞങ്ങൾ ഇയാളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഇറങ്ങാൻ നേരം വൈകും. ഈ ചെറിയ കുട്ടി ഇറങ്ങണമെങ്കിൽ എങ്ങനെ പോയാലും 1 മണിയാവും ഗൈസ്. എത്ര മണിക്കാ വരിക? 3 മണിക്ക്. 3 മണി വരെ നീ ഇറങ്ങില്ല? ഇല്ല, 1 മണിയായി. അത് ഞാൻ 10 മണി വരെ വെയിറ്റ് ചെയ്ത് 10 മണി സമയത്തിൽ ഞാൻ കണ്ണു ഞാൻ പറഞ്ഞില്ല. നീ ഇടയ്ക്കിടയ്ക്ക് വലിയമ്മയ്ക്ക് സമയം അയച്ചെടുത്തിട്ടുണ്ടോ? ഇവിടുത്തെ ഒരാള് കണ്ടോ നിങ്ങള്? ആയുടെ ഉള്ളിൽ നമ്മുടെ ടോർച്ച് തിരികിട്ടില്ലേ ഇരിപ്പ് നോക്കിയേ. അയ്യോ, അത് വായ നിൽക്കുന്നു. ഒരു ഉറക്കത്തിന് ക്ഷീണം പോലും ഏകദേശം 3 മണിയായപ്പോഴേക്കും മണിക്കൂട്ടിനും കൂട്ടുകാരെത്തി. മണിക്കൂട്ടിനെ കൊണ്ടുവരാൻ പോയിട്ടുണ്ടായിരുന്നത് അവൻ്റെ കൂട്ടുകാർ തന്നെയായിരുന്നു, ചങ്സ് ടീം തന്നെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ വന്നു. സനല് സന്ദീപുമാണ് കേട്ടോ കൈ കൊണ്ട് കാണിക്കണത്. അല്ല അതിരിക്കാത്ത ഇങ്ങോട്ട് സമ്മതിക്കില്ല. ആച്ചി എല്ലാ പ്രാവശ്യത്തെയും പോലെ അല്ല കേട്ടോ, പ്രാവശ്യം നല്ല സ്നേഹവും കാര്യങ്ങളൊക്കെ മണിക്കൂട്ടനോടുണ്ട്. കഴിഞ്ഞ തവണ വന്നപ്പോൾ രാച്ചി ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. എന്ത് പറ്റി ആച്ചിക്ക് അതറിയണില്ല. അവനെന്തായാലും മണിക്കൂട്ടനായിട്ട് ഭയങ്കര കൂട്ടായിട്ടുണ്ട്. വാലക്കാട്ടിയ മണിക്കൂട്ടനോടൊന്നും ഇങ്ങനെ ഇതാവുന്നുണ്ട്. തായ്ലാൻഡിൽ നിന്ന് മണിക്കൂട്ടൻ എന്തോ ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഡ്രസ്സൊക്കെ അയച്ചിട്ട് ചാരുദാ ഷെഡിയിട്ടിട്ട് നടക്കുകയാണ്. അവൾക്ക് ഡ്രസ്സ് ഇട്ട് നോക്കാനാണ് അത്ര. മണിക്കൂട്ടൻ എന്തോന്ന് ഇട്ട് കൊടുത്തപ്പോൾ ആച്ചി ഭയങ്കരമായിട്ട് കഴിക്കണൊക്കെ ഉണ്ട് കേട്ടോ. മണിക്കൂട്ടൻ ആച്ചിയായിട്ട് കൂട്ടാൻ വേണ്ടി ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം. ഇനി ഉണ്ടോയെന്നറിയാം ആച്ചി തല വയ്ക്കപ്പോൾ കടിക്കാനാണോ എന്നൊരു പേടി മണിക്കൂട്ടനുണ്ട് തോന്നുന്നു. ആ ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. ആച്ചിക്ക് എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ കുറച്ച് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് രാവിലെയാണെങ്കിൽ പൊരിഞ്ഞ മഴയായിരുന്നു കേട്ടോ, നല്ല പെരുമഴയായിരുന്നു. അങ്ങനെ മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. ഓണക്കായില്ലേ, ഓണത്തുമ്പിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓലത്തുമ്പത്തിരുന്ന് ഓലത്തുമ്പി ഇങ്ങനെ ഊഞ്ഞാലടന്ന് കാണാനും വെള്ളത്തുള്ളി ഒറ്റിച്ചാടി കാണാനും നല്ല രസമുണ്ടായിരുന്നു. നല്ല വൈബായിരുന്നു കേട്ടോ കാണാനൊക്കെ. മഴയൊക്കെ കാണാൻ സൂപ്പറാണ്. പെരുമഴയാവാതിരുന്നാൽ മതി. ഓണക്കാലത്ത് കുഞ്ഞൊരു മഴയൊക്കെ പതിവുള്ളതാണ്, അതുകൊണ്ടത് വലിയ കുഴപ്പമില്ല. പതിവ് പോലെ നമ്മൾ ഇന്നും പൂക്കളിട്ടു കേട്ടോ. ഇതാണ് നമ്മൾ ഇന്നിട്ട പൂക്കൾ. തായ്ലാൻഡിലത്തെ മാംഗോ ഡ്രൈ ഫ്രൂട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയാലോ. സംഭവം നോർമലായിരിക്കും, പക്ഷെ നമുക്കത് കഴിച്ച് നോക്കിയാലേ അറിയാൻ പറ്റൂ. തായ്ലാൻഡ് എന്നൊക്കെ പറയുമ്പോൾ ഒരു വെയിറ്റ് അല്ലേ. സത്യം പറയിച്ച സൂപ്പറായിരുന്നു കേട്ടോ. നമുക്ക് ഈ ഫ്രൂട്ടിയൊക്കെ കഴിക്കില്ലേ, അതേപോലെ തന്നെ അടിപൊളിയാണ് ഡ്രൈ ഫ്രൂട്ട് കേട്ടോ. ഡ്രൈ ആണെങ്കിലും നല്ല സോഫ്റ്റും നല്ല സൂപ്പർ ടേസ്റ്റും ആയിട്ടുള്ള അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റി ആയിരുന്നു. പ്രവാസികളെ പോലെ തന്നെ മണിക്കൂട്ടൻ രാവിലെ പറഞ്ഞു നല്ല തൈരൊഴിച്ച് നല്ല വെള്ളച്ചോറിൽ തൈരൊക്കെ ഒഴിച്ച് മുളകൊക്കെ ഉടച്ച് നല്ല എന്താ പറയുക കടുമാങ്ങ അച്ചാറും മീൻ വറുത്തതും കൂട്ടി ഭക്ഷണം കഴിക്കാൻ തോന്നുകയാണെന്ന്. അവന് വെള്ളച്ചോറ് കഴിക്കാനായിരുന്നു കൊതിയുണ്ടായിരുന്നത്. അങ്ങനെ അവന് വെള്ളച്ചോറാകുമ്പോൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. അവന് ടേസ്റ്റിയായ ഭക്ഷണമാണെന്ന് അവൻ പറയുന്നത്. നമ്മളെന്തെന്നും കഴിക്കണോണ്ടായിരിക്കും നമുക്ക് വലിയതൊന്നും തോന്നാത്തത് കേട്ടോ. വെള്ളച്ചോറിൽ നന്നായി മുളകൊക്കെ ഞെരടി ചേർത്തിട്ടുണ്ട് കേട്ടോ അവൻ. അതേപോലെ തന്നെ നല്ല മാങ്ങ അച്ചാർ, കടുമാങ്ങ അച്ചാർ, മീൻ വറുത്തത് ഒക്കെ സെറ്റാക്കി വെച്ചിട്ട് അവൻ കഴിക്കുകയാണ് കേട്ടോ.
സംഭവം നല്ല ടേസ്റ്റാണ് അല്ലേ കഴിക്കാനായിട്ട്. കാണുമ്പോൾ ഒരു കൊതി നമുക്കും വരും കേട്ടോ. അവൻ കഴിക്കുന്ന കാണുമ്പോൾ നല്ല കൊതിയുണ്ട്. നല്ല മാങ്ങച്ചാറുണ്ട്, മുളകൊക്കെ ഞെരടി മാറ്റി വെച്ചിരിക്കേണ്ട. മാങ്ങച്ചാറിൻ്റെ കളർ കാണുമ്പോൾ തന്നെ നമുക്ക് കൊതിയാവുന്നുണ്ട്. മാന്തൾ വറുത്തതാണ് കേട്ടോ. മാന്തൾ വറുത്തതാണ് അവന് ഏറ്റവും ഇഷ്ടം. പച്ചമീനൊക്കെ കഴിച്ച് മടുത്തു, ഉണക്കമീൻ വേണമെന്ന് പറഞ്ഞപ്പോൾ അമ്മ മാന്തൾ വറുത്താണ് ഉണ്ടാക്കി കൊടുത്തത്. അവൻ നല്ല സ്വാദിഷ്ടമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ടേസ്റ്റൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നല്ല കഴിക്കലാണ് കേട്ടോ. മുപ്പഴാണ് മാങ്ങയൊക്കെ കട്ടിച്ചങ്ങട് കാണുമ്പോൾ തന്നെ നമുക്ക് കൊതി വരുന്ന തരത്തിലാണ് കേട്ടോ അവൻ്റെ കഴിക്കൽ. ഈവനിങ്ങിൽ മണിക്കൂട്ടിൻ്റെ അമ്മയ്ക്കും കുഞ്ഞൊരു വെഡ്ഡിങ് പാർട്ടി ഉണ്ടായിരുന്നു. അവരതിന് പോകുന്ന ഔട്ട്ഫിറ്റാണ് കേട്ടത്. അത് കഴിഞ്ഞ് അവർ മടങ്ങി വന്നു. പിന്നെ ഏകദേശം ഒരു 4-4:30 ആവുന്ന ടൈമിൽ നിധിക്കുട്ടിക്കുള്ള ഡ്രസ്സ് വന്നു കേട്ടോ. ചാരുവിന് ഭയങ്കര കലിപ്പായിരുന്നു. അവൾക്കൊരു ഡ്രസ്സ് ഓൺലൈനിൽ നിന്ന് വന്നിട്ടില്ല, അതിൻ്റെ ദേഷ്യമായിരുന്നു കേട്ടോ. അമ്മ പതുക്കെ നിധിക്കുട്ടിക്കുള്ള ഡ്രസ്സ് ഇതാണ്, റോസ് കളറുള്ള ഉടുപ്പാണ് കേട്ടോ നിധിക്കുട്ടിക്ക് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇട്ടിട്ട് ഓണത്തിന് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോ ഉണ്ടാവും. ഞങ്ങൾക്ക് വൈകുന്നേരം ആകുമ്പോൾ അച്ഛൻ പൊറോട്ടയും ചിക്കൻ കറിയും ചിക്കൻ ചില്ലിയൊക്കെ കൊണ്ടുവന്ന് നിന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇവർ റിസപ്ഷന് പോയിട്ട് നല്ല ഫുഡ് അടിച്ചതല്ലേ, ഞങ്ങളും ഫുഡ് അടിക്കട്ടെ എന്ന് കരുതിയിട്ടാവും. ഞങ്ങളും അങ്ങനെ ഫുഡൊക്കെ അടിച്ചു. ചിക്കൻ ചില്ലി ചാരുവിൻ്റെ ഫേവറേറ്റാണ്. പൊറോട്ടയും കറിയും വലിയ താല്പര്യമില്ല, ചിക്കൻ ചില്ലി ചാരുവിന് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.